السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن نعمره ننكسه في الخلق أفلا يعقلون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സൂറത്ത് യാസീനിൽ 67 ആയത്തുകളാണ് ഇതുവരെയായി നമ്മൾ വിശദീകരിച്ചത്. 68ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. കഴിഞ്ഞ 2 ആയത്തുകളിലും പരലോക നിഷേധികളായ അറേബ്യൻ മുശ്രിക്കുകളോട് അവർ അംഗീകരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ അവരുടെ മനസ്സിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്ന വസ്തുതകളാണല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മരണാനന്തരമുള്ള ജീവിതവും വിചാരണയുമൊക്കെ അംഗീകരിച്ചുകൂടാ എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള 2 വചനങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ കേട്ടത്. മനുഷ്യർക്ക് നൽകപ്പെട്ട കണ്ണ്, ആ കണ്ണ് അള്ളാഹു പറഞ്ഞു നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ അന്ധരാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എങ്ങനെ കണ്ണ് കാണാനാണ്, എങ്ങനെ വഴി നടക്കാനാണ്, ഏതു വിധത്തിൽ പിന്നെ അവർക്ക് കാഴ്ച തിരിച്ചു കിട്ടാനാണ്? കാരണം കണ്ണ് നൽകിയത് അള്ളയാണെന്ന് അവർ അംഗീകരിക്കുന്നു. അത് അവനെ കൊണ്ട് ഇല്ലാതാക്കുവാൻ സാധിക്കും എന്നും അവർ അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യൻ നടക്കാനും ഓടാനും ചാടാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതാണ് മനുഷ്യന്റെ ബോഡി, അവന്റെ ശരീരം, അവന്റെ കാലുകൾ. അതെങ്ങാനും പെട്ടെന്നങ്ങവൻ നിശ്ചലമാക്കി അവക്ക് മുന്നോട്ടോ പിറകോട്ടോ സഞ്ചരിക്കാനോ ചലിക്കാനോ സാധ്യമാകാത്ത നിലക്ക് അങ്ങോട്ടാക്കി രൂപമാറ്റം വരുത്തിയിരുന്നുവെങ്കിൽ, അവരുടെ കാലുകൾ നിശ്ചലമാക്കിയിരുന്നുവെങ്കിൽ അവരെ കൊണ്ടത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ? ഇതൊക്കെ അംഗീകരിച്ചുകൂടെ? ഇതൊക്കെ അംഗീകരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇനിയുമുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ എന്ത് തടസ്സമാണുള്ളത്? ഇതാണ് കഴിഞ്ഞ 2 ആയത്തുകളിലൂടെ അറേബ്യൻ മുശ്രിക്കുകൾ ബഅസിനെ, പരലോക വിചാരണയെ, പരലോകത്തേക്കുള്ള കൃത്യമായ നിലക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്നവരായതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുവാൻ പറഞ്ഞ 2 കാര്യങ്ങൾ. അതിൽപ്പെട്ട 3ാമത്തെ മറ്റൊരു അടയാളമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത്. അത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ കണ്ണ്, കൈകാലുകൾ പോലെയുള്ള കാര്യങ്ങളെപ്പോലെ ഇനി മറ്റൊരു ചോദ്യം അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ യാസീൻ സൂറത്ത് ഓതുമ്പോൾ ഈ ആയത്തൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ നിരന്തരമായി നമ്മുടെ മനസ്സിൽ വരേണ്ടുന്ന ഒരു വചനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റ ആയത്തിൽ മാത്രം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ അതിൽ വളരെ കൃത്യമായി അറിയേണ്ടതുണ്ട്. അല്ലാഹു പറയാണ്, വമൻ നുഅമ്മിറുഹു, ആർക്കെങ്കിലും നാം ആയുസ് നീട്ടിക്കൊടുത്താൽ, അമ്മറ, ആയുസ് നീട്ടിക്കൊടുത്തു. അമ്മറ, ഉംറ് എന്ന് പറയും ആയുസ്സിന്, വയസ്സിനൊക്കെ. കം ഉംറുക്, നിനക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കും. അപ്പൊ അമ്മറ എന്ന് പറഞ്ഞാൽ ആയുസ് നീട്ടിക്കൊടുത്തു. അതിന്റെ മുലാരിയാണ് യുഅമ്മിറു. വമൻ നുഅമ്മിർഹു, ആർക്ക് നാം ആയുസ് നീട്ടിക്കൊടുത്തുവോ, ആർക്കെങ്കിലും നാം ദീർഘായുസ് നൽകുന്നതായാൽ എന്നർത്ഥം. ആർക്കെങ്കിലും, അള്ളാഹു പറയുന്ന ആർക്കെങ്കിലും നാം ദീർഘായുസ് നൽകുന്നതായാൽ, അതാണ് വമൻ നുഅമ്മിറുഹു. എന്താ സംഭവിക്കുക? നുനക്കിസ്ഹു,
നുനക്കിസ്ഹു, അവന് ഒരു വിപരീതമായ പ്രകൃതിയിലേക്ക് അവന് നാം അങ്ങ് മടക്കുന്നു. നക്കസ യുനക്കിസു, നേരെ തലതിരിഞ്ഞ അവസ്ഥ, അതാണ് വിപരീതാവസ്ഥ. നക്കസ യുനക്കിസു, തലതിരിഞ്ഞ അവസ്ഥക്ക് എന്ത് പറയും? മങ്കൂസ് എന്ന് പറയും. മങ്കൂസ് മൗലൂദ് അല്ല കേട്ടോ, മങ്കൂസ് മൗലൂദ് അല്ല, അത് ഞാനൊരു വെറുതെ പറഞ്ഞതല്ല. മങ്കൂസ് മൗലൂദുകാർ പറയുന്നുണ്ട് അതിൻ്റെ പേര് മൻകൂസ് എന്നല്ല, മങ്കൂസ് തന്നെയാണ്, ഈ നക്കസ് തന്നെയാണ്. കാരണം ബിംബങ്ങൾ തലകുത്തി വീണ ചരിത്രം അതിൽ പറയുന്നത് കൊണ്ട് അത് ആ പരാമർശം അതിലുണ്ട്. അപ്പം അതുകൊണ്ട് ആ മൗലൂദിന് എന്ത് പേര് വന്നു? മങ്കൂസ് മൗലൂദ് എന്ന് പേര് വന്നു എന്നാണ്. അപ്പം ആ പദത്തെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോ വമന്നു അമ്മിറുഹു നുനക്കിസുഹു, നാം അവന് വിപരീതാവസ്ഥ വരുത്തുന്നു. ഫിൽ ഖൽഖി, സൃഷ്ടിയിൽ, അവൻ്റെ സൃഷ്ടിയിൽ, പ്രകൃതിയിൽ, നാച്ചുറൽ തന്നെ, മനുഷ്യൻ അവൻ്റെ തബീഅത്തിൽ തന്നെ ഒരു മാറ്റം വരും. മാറ്റം എന്ന് പറഞ്ഞാൽ ചില്ലറ മാറ്റമല്ല, നേരെ വിപരീതാവസ്ഥയിലേക്കാണ് മാറും. ആയുസ് കുറേണ്ട് കിട്ടിയാൽ. അപ്പൊ ശരിക്കും നമ്മൾ അർത്ഥം നോക്കാൻ പഠിക്കണം. വമന്നു അമ്മിറുഹു, ആർക്കെങ്കിലും നാം ദീർഘായുസ് നൽകുന്നതായാൽ, നുനക്കിസ്ഹു, നാം അവനെ വിപരീതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. വിപരീത ദിശയിലേക്ക്, വിപരീതാവസ്ഥയിലേക്ക്, നേരെ ഓപ്പോസിറ്റ് അവസ്ഥയിലേക്ക് അവൻ്റെ സ്ഥിതിയാണ് മാറും. ഫിൽ ഖൽഖി, സൃഷ്ടിയിൽ, അഥവാ നമ്മുടെ ആ പ്രകൃതി തന്നെയാണ് മാറും. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിക്കാണ്. ഇതാണ് മൂന്നാമത്തെ യാഥാർത്ഥ്യം പറഞ്ഞത്. നേരത്തെ പറഞ്ഞ വലൗ നശാഉ ലതമസ്നാ അലാ അയ്യുനിഹിം എന്ന് പറഞ്ഞു, വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം എന്ന് പറഞ്ഞു. ഇത് മൂന്നാമത്തെ ദൃഷ്ടാന്താണ്. അഫലാ യഅഖിലൂൻ, അപ്പോൾ അവർക്ക് ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കിക്കൂടെ? എന്താ ഇപ്പം ഇതിൽ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കാനുള്ളത്? കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് റബ്ബ ചോദിക്കുന്നത്? നമ്മൾ യാസീൻ ഇങ്ങനെ ഓതും, അങ്ങനെ സ്പീഡിൽ, യാസീൻ വൈലൈഹി തുർജഊൻ. പണ്ടേ ആകെ ഇത് മരിച്ചയിടത്ത് എല്ലാവർക്കും ഏതാണ്ട് ചെറുപ്പകാലത്തിൽ ഏതാണ്ട് ഒക്കെ എല്ലാവർക്കും യാസീൻ സൂറത്ത് മനപ്പാടുണ്ടാവും. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. യാസീൻ സൂറത്ത് മനപ്പാടാക്കുന്നത്, ഏത് സൂറത്തും എത്രത്തോളം നമുക്ക് കഴിയാവുന്നത്ര മനപ്പാടമാക്കുന്നത് വളരെ നല്ല തന്നെയാണ്. പക്ഷെ അന്നത് മനപ്പാടമാക്കിയിരുന്നത് യാസീനിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഒട്ടേറെ ശ്രേഷ്ഠതകൾ പറഞ്ഞുകൊണ്ടാണ്. അത് നമ്മൾ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. യാസീനിലെ ആയത്ത് വിശദീകരിച്ച് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു ക്ലാസ് നമ്മൾ യാസീനിനെ കുറിച്ചൊരു ആമുഖമായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു പക്ഷേ ഇവിടെ ഈ ശബ്ദം ശ്രവിക്കുന്നവരും പിന്നീട് ശ്രവിക്കുന്നവരിലും ഒക്കെ ആ ഭാഗം കേട്ടിട്ടില്ലാത്തവരുണ്ടാകും. അതുകൊണ്ട് അതൊക്കെ ആദ്യം മുതൽ കേൾക്കുന്നത് നല്ലതാണ്. യാസീനിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു പ്രത്യേകത പ്രമാണങ്ങളിലൊന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് അത് വിശദമായി അറിയാൻ ആഗ്രഹിക്കുന്നവർ അത് കേൾക്കണം. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയണം, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയാവുന്ന ഒരു കാര്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യന്റെ അവസ്ഥ, അവന്റെ ആയുഷ്കാലത്തിന്റെ വ്യത്യസ്തങ്ങളായ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ പിന്നിടുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സൂറത്തുർ റൂമിൽ തന്നെ പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء. മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം അവിടെ. അല്ലാഹു അവൻ ആരാണ്? അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ പടച്ചവനാണ്. ഏത് നിലക്ക് മിൻ ദഅഫിൻ, നിങ്ങൾ ദുർബലമായ ഒരവസ്ഥയിൽ, നിങ്ങൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ, ഒന്നിനും കഴിയാത്തൊരു ദുർബലാവസ്ഥയിലാണ് നിങ്ങളെ അവൻ പടച്ചത്.
അഥവാ നമ്മൾ ജനിച്ച് വീഴുന്ന കാലഘട്ടത്തിലെ നമ്മുടെ അവസ്ഥയാണ്. ഒരു ശിശുവായി നമ്മൾ ജനിച്ചിട്ട് വീഴുന്ന സമയത്ത് നമുക്കൊന്നും അറിഞ്ഞൂടാ. എന്തെങ്കിലും എല്ലാത്തിനും മറ്റുള്ളവരെ സഹായം വേണം. കരയാനും അല്ലെങ്കിൽ കുറേ കഴിയുമ്പോഴൊക്കെ കുറച്ചിങ്ങനെ ചിരിക്കുന്നത് പോലെ കാണിക്കാനും ഒക്കെ അല്ലാതെ മറ്റൊന്നിനും നമുക്ക് കഴിയൂല. എല്ലാം പരസഹായം ആവശ്യമാണ്. ആ നിലക്കൊരു ദുർബലാവസ്ഥയിലാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ. കണ്ടോ, പിന്നെ മാറ്റം വരികയാണ്. ശിശു ഇങ്ങനെ വളർന്ന് ബാലനായി, പിന്നെ ഇങ്ങനെ ആ കൗമാരത്തിലെത്തി, പിന്നെ അവനിങ്ങനെ യുവാവായി, നല്ല ഖുവ്വത്ത്, നല്ല പവറുള്ള സ്റ്റേജിലേക്ക് പിന്നീട് അവനെ മാറ്റി. ഇനി അത് നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. ആ നല്ല നട്ടുച്ച കഴിഞ്ഞാൽ പിന്നെ അസ്തമനത്തോട് അടുക്കുകയാണ്. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ضعفا وشيبة. പിന്നീട് നിങ്ങളുടെ ആ ശക്തിയുള്ള ഒരവസ്ഥക്ക് ശേഷം പിന്നീട് അവൻ നിങ്ങളെ നിശ്ചയിക്കുന്നു. എങ്ങനെ? നിങ്ങൾക്ക് നിശ്ചയിച്ചു തരുന്നത് ضعفا. പതുക്കെ പതുക്കെ നിങ്ങൾ അങ്ങനെ പിറകോട്ടടിക്കുകയാണ്, ദുർബലാവസ്ഥയിലേക്ക് മടങ്ങുകയാണ്. നിങ്ങൾക്ക് അനാരോഗ്യം ഇങ്ങനെ വരികയാണ്. ആ പഴയ ഓജസ്സില്ല, ഉന്മേഷമില്ല, വലിയ പവറില്ല, മസിൽ പവറില്ല. നിങ്ങളുടേതായ കാഴ്ചശക്തിക്ക് മങ്ങലേറ്റു, കാതിന് കേൾവി ശക്തിക്ക് മങ്ങലേറ്റു. എല്ലാ കാര്യങ്ങളും ഡെയിലി ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഓരോന്നിങ്ങനെ കുറഞ്ഞിങ്ങനെ വരികയാണ്. വശൈബ, ആ ദുർബലാവസ്ഥയുടെ എല്ലാ അടയാളങ്ങളും കാണിക്കുന്ന നിലക്ക് നിരച്ച് മനുഷ്യൻ ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. യഖ്ലുഖു മാ യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ. അവൻ എല്ലാം നന്നായി അറിയുന്നവനും എല്ലാത്തിനും നന്നായി കഴിവുള്ളവനുമാകുന്നു. എന്തിനാ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഓർമ്മപ്പെടുത്തുന്നത്? മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ വശങ്ങളെ പറ്റി പറയാൻ. ദുന്യാവ് എന്നുമുള്ളതല്ല. ഈ ദുന്യാവിൽ നമ്മൾ എവിടെ നിന്നോ ഒന്നുമല്ലാത്തൊരിടത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെ നമ്മുടെ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ അവസ്ഥ ഒരു സ്റ്റേജാണ്. പിന്നീട് മാറ്റം വന്നു, വീണ്ടും മാറ്റം വന്നു, വീണ്ടും മാറ്റത്തിലേക്ക്, മണ്ണിലേക്ക്. ഈ ഒരു സൈക്കിൾ, ഈ ഒരു ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യ ജീവിതത്തിൽ. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ജീവിതം ഉണ്ട് എന്ന് അംഗീകരിക്കാൻ ഇതൊക്കെ പോരെ? ഇത് നിങ്ങൾ കാണുന്നില്ലേ? മനുഷ്യന്റെ അവസ്ഥയെ സംബന്ധിച്ച് സൂറത്ത് നഹലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തു നഹലിലെ 70-ാമത്തെ ആയത്ത്, വല്ലാഹു ഖലഖകും സുമ്മ യതവഫാകും വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ لكي لا يعلم بعد علم شيئا إن الله عليم قدير. والله خلقكم. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു. സുമ്മ യതവഫാകും, പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, പിന്നെ അവൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു? മരിപ്പിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഭവം പ്രത്യേകം എടുത്ത് പറയണം. വമിൻകും, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ യുറദ്ദു, തള്ളപ്പെടുന്നവനുണ്ട്. മൻ യുറദ്ദു, മടക്കപ്പെടുന്നവർ, തള്ളപ്പെടുന്നവനുണ്ട്. എങ്ങോട്ട് മടക്കപ്പെടുന്നവനുണ്ട്? ഇലാ അർദലിൽ ഉമരി, ആയുസ്സിന്റെ ഏറ്റവും താഴ്ന്ന പടിയിലേക്ക്, ആയുസ്സിലെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നവർ നിങ്ങളിലുണ്ട്. അർദൽ എന്ന് പറഞ്ഞാൽ അഫ്ളൽ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അഫ്ളൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല, ശ്രേഷ്ഠകരമായത്. അർദൽ എന്ന് പറഞ്ഞാലോ ഏറ്റവും താഴെയുള്ളത്. ഏതുപോലെ അഹ്സൻ, അസ്ഫൽ എന്നൊക്കെ പറയുന്നില്ലേ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു ഇലാ അസ്ഫൽ. വളരെ കൃത്യമായി അവിടെ വ്യക്തമാണ്. അപ്പൊ ആയുസ്സിലെ, ശരിക്കും നമ്മൾ പഠിച്ചിരിക്കണം ഈ ഭാഗം, ആയുസ്സിലെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ സ്റ്റേജിൽ എത്തിയാലുള്ള അവസ്ഥ എന്താണ്? ലികൈ ലാ യഅലമ ബഅദ ഇൽമിൻ ശൈഅൻ. എല്ലാം അറിയുന്നയാളായിരുന്നു നീ, പക്ഷേ പിന്നെ നിനക്ക് ഒന്നും അറിയില്ല. ലികൈ ലാ യഅലമ ബഅദ ഇൽമിൻ ശൈഅൻ. ബഅദ ഇൽമ്, നല്ല ഇൽമുള്ള ആളായിരുന്നു, നല്ല അറിവുണ്ടായിരുന്നു, എല്ലാത്തിനെ പറ്റിയും നല്ല ബോധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ലാ യഅലമു ശൈഅൻ, ഒന്നും അറിയില്ല. ആ സ്റ്റേജിലേക്ക് മടക്കപ്പെടുന്നവർ നിങ്ങളിലുണ്ട്. ഇന്നല്ലാഹ അലീമുൻ ഖദീർ. തീർച്ചയായും അല്ലാഹു
എല്ലാം നന്നായി അറിയുന്നവനാണ്. അവിടെയും പറഞ്ഞു എല്ലാം നന്നായി, എല്ലാത്തിനും അവൻ കഴിവുള്ളവനാണ്. തീർന്നില്ല. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചു പറഞ്ഞിടത്ത് സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്തിലാണ് അക്കാര്യം പറയുന്നത്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. സുബ്ഹാനല്ലാഹ്. മനുഷ്യരോട് തുടക്കം തന്നെ എന്താണ്? ബഅസിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടാ വിഷയം തന്നെ തുടങ്ങണേ. ജനങ്ങളെ, മരണാനന്തരമുള്ള പുനരുത്ഥാന ജീവിതം, പരലോകത്തേക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിൽ നിങ്ങൾ സംശയാലുക്കളാണോ? എങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് നിങ്ങളെ ഉത്തരം മുട്ടിക്കാൻ പോവുകയാണ്. ഫഇന്നാ ഖലഖനാകും, നിങ്ങളെ നാം സൃഷ്ടിച്ചത് എവിടുന്ന? മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്. സുമ്മ മിൻ നുത്ഫ, അങ്ങനെ ആ കളിമണ്ണിൽ നിന്ന്, ആദിമ പിതാവിന്റെ നേർക്ക് നേരെ കളിമണ്ണിൽ നിന്നാണെങ്കിൽ പിന്നീട് മനുഷ്യരുടേതൊക്കെ ആ കളിമണ്ണിൽ നിന്ന് വളരുന്ന സസ്യങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ച് അതിൽ നിന്നുണ്ടായ സ്പേമിൽ നിന്ന് ആ ഒരു ബീജം പിന്നീട് അത് സൈഗോട്ടായി, പിന്നീട് അങ്ങനെ പല മാറ്റങ്ങൾ വരെയാണ്. സുമ്മ മിൻ നുത്ഫ സുമ്മ മിൻ അലഖ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖ, ഒരു മാംസപിണ്ഡമായി മാറി. അതുപോലെ തന്നെ വഗൈരി മുഖല്ലഖ ലിനുബയ്യിന ലക്കും, ആ വ്യത്യസ്തമായിട്ട് ഒരു ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിന്റെ അതൊരു സൈഗോട്ടായി രൂപാന്തരപ്പെടുന്നത് മുതൽ, സ്പേമും ഒരു സ്ത്രീയുടെ അണ്ടവും ഇത് രണ്ടും കൂടെ പിന്നെ സംയുക്തമായി നുത്ഫത്തിൻ അംശാജിന്ന് ഖുർആൻ പറഞ്ഞല്ലോ. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ സ്റ്റേജുകൾ ഇങ്ങനെ ഖുർആൻ പറയാണ്. ഇതൊക്കെ വ്യത്യസ്തങ്ങളായി, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിനെ സംബന്ധിച്ച് നമ്മൾ അജ്ഞരാണ്. അതേ അവസരത്തിൽ ഇതൊന്നും വളർന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലും വളരെയേറെ നമ്മളെക്കാൾ വളരെ ദൃഢമായി മുൻഗാമികളൊക്കെ അത് വിശ്വസിച്ചു. അവർ വയറും കണ്ടിട്ടില്ല, വയറിൻ്റെ അകത്ത് ഇതൊന്നും കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ അടുത്ത കാലത്താണ് എംബ്രയോളജി എന്ന് പറയുന്ന ശാസ്ത്ര ശാഖയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശാലമായ പഠനങ്ങളും നാൾക്ക് നാളിങ്ങനെ പുരോഗതിപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേജുകളൊക്കെ അന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഗർഭാശയങ്ങളിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിലതൊക്കെ അവിടെ നിലനിർത്തും, എന്തൊക്കെ അവിടെ നിലനിർത്തണം എന്തൊക്കെ നിലനിർത്തണ്ടെന്നൊക്കെ നമുക്കറിയാം. കണ്ടോ ആ പ്രയോഗം? വനുഖിറു ഫിൽ അർഹാമി മാ നശാ. നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ റഹമിൽ നമ്മളവിടെ സ്ഥിരപ്പെടുത്തി നിർത്തുന്നു. അല്ലാത്തത് അബോർട്ടായി പോകും, അല്ലെങ്കിൽ പാസിൻ്റെ ചാപ്പിള്ളായിട്ട് പ്രസവിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവിക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്ന രണ്ട് അവിടെ നിലനിർത്തുള്ളൂ. വനുഖിറു ഫിൽ അർഹാമി മാ നശാ ഇലാ അജലിൻ മുസമ്മ സുമ്മ നുഖ്രിജുകും തിഫ്ലാ, പിന്നെ നിങ്ങളെ നാം പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു കുട്ടിയായിട്ട്. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും, പിന്നെ നിങ്ങൾ അങ്ങനെ നിങ്ങളുടേതായ ശൈശവാവസ്ഥ ബാലാരിഷ്ടതകളൊക്കെ പിന്നിട്ട് കൗമാരത്തിലെത്തി നിങ്ങൾ നല്ല സ്ട്രോങ് പവറുള്ള ലിതബ്ലുഗു അശുദ്ധക്കും, നമ്മുടെ യൗവനത്തിന്റെ ഉന്നതമായ ആ അവസ്ഥയിലേക്ക് എത്തി. വമിൻകും മയ്യുതവഫ, അതിൻ്റെ ഇടയിൽ തന്നെ ചിലരൊക്കെ മരിച്ചു പോവുകയും ചെയ്യും. മരണത്തിന് അപ്പോൾ പ്രായമൊന്നും ഇല്ല. ഗർഭസ്ഥ ശിശു അവിടെ തന്നെ വള്ളയിൽ വെച്ച് വയറ്റിൽ വെച്ച് മരിക്കുന്നു, പുറത്ത് ജനിച്ച ഉടനെ മരിക്കുന്നു, കുറച്ചു കാലം അതൊന്നും വിഷയമല്ല. അതൊക്കെ അതിലടക്കം മരിച്ചു പോകണമല്ലൊക്കെ അങ്ങനെ മരിച്ചു പോകും. എന്നാൽ വമിൻകും മയ്യുറദ്ദു ഇലാ അർദലിൽ ഉമരീൻ, നിങ്ങളിൽ തന്നെ ആരുമുണ്ട് അർദലിൽ ഉമർ എന്ന സ്റ്റേജിലേക്ക് തള്ളപ്പെടുന്നവരുണ്ട്. അർദലിൽ ഉമർ,
ആയുസ്സിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥ. ആ അവസ്ഥയിലെത്തിയാൽ ഇവിടെ അല്ല പറയണേ, ഇവിടെ അതേ കാര്യം പറഞ്ഞു. ലി കൈലായലമ, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂല. മിംബഅദി ഇൽമിൻ, നല്ല അറിവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒന്നും അറിയാത്ത സ്റ്റേജ്. പിന്നെയും ശേഷം പിന്നെ ഭൂമിയുടെ അവസ്ഥ പറയണ്. ഭൂമിയിൽ നിങ്ങളിങ്ങനെ എല്ലാം കട്ട കീറി കിടക്കുന്ന മണ്ണിലേക്ക് വെള്ളം കിട്ടിയാൽ അതിന്ന് ചെടികൾ മുളച്ചു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അത് രണ്ടാമത്തെ ദൃഷ്ടാന്തം പറഞ്ഞതാണ്. ഇതും തന്നെ മനുഷ്യനോട് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്. എന്നും ഞാൻ ഭൂമിയിൽ ഉണ്ടാവില്ല. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുഷ്കാലം ശരാശരി പറയണം, ആവറേജാണ് എപ്പോഴും റസൂലുള്ള പറയുക. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകും. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുഷ്കാലം 60-ൻ്റെയും 70-ൻ്റെയും ഇടക്കാകുന്നു. അഖല്ലുഹും മൻ യജൂസു ദാലിക, 70 വിട്ടുകടക്കുന്നവർ അവരിൽ വളരെ കുറവാണ്. എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, 70 വിട്ടുകിടക്കുന്നവർ അവരിൽ കുറവാണ്. പിന്നെ 70ഉം 80ഉം 90ഉം ഇനി 100 വയസ്സൊക്കെ ആയാൽ അതൊരു ബോക്സ് ന്യൂസിലായിട്ടാണ് ചരമകോളത്തിൽ വരിക. 100-ാം വയസ്സിൽ നിര്യാതനായി, 102-ാം വയസ്സിൽ നിര്യാതനായി, 98-ാം വയസ്സിൽ നിര്യാതനായി, വലിയ ന്യൂസായിട്ട് വരും. കാരണം അത് പുതുമയാണ്. അപ്പോൾ 60-ൻ്റെയും 70-ൻ്റെയും ഇടയ്ക്ക് കഴിഞ്ഞു പോകുന്ന ജീവിതമാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുഷ്കാലം. എന്നാൽ ഈ അറുദലുൽ ഉമറു എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഈ അറുദലുൽ ഉമറു എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഓരോരുത്തർക്ക് ആപേക്ഷിക്കാണ്. ഒരുപാട് ആയുസ് ഒരാൾക്ക് കിട്ടി എന്നുള്ളത് ഒരാൾക്ക് ഒരു ശിക്ഷ ഒന്നുമല്ല. പിന്നെ എന്താണ്? ജീവിക്കുന്ന കാലത്ത് മനുഷ്യൻ എന്തുണ്ടാകണം? ഫഹ്മ്, അഖ്ല്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അവയവങ്ങളും ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരാരോഗ്യം നിലനിൽക്കുക എന്നുള്ളതാണ്. അതേ അവസരത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ അറുദലുൽ ഉമർ കിട്ടും. പ്രായം എത്ര എന്നുള്ളതല്ല, ഒരുപാട് പ്രായമുള്ള ആൾക്കാർ നല്ല ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഇതൊക്കെ തഫ്സീർ ചെയ്യുമ്പോൾ പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്. 102-ാമത്തെ വയസ്സിലും ശിഷ്യന്മാർക്ക് ഖുർആൻ ദർസ് നടത്തി കൊടുത്തുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ നമ്മളെ ഗ്രാൻഡ് മുഫ്തി, അദ്ദേഹത്തിനൊക്കെ നല്ല പ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത ദിവസങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഇങ്ങനെ ഖുർആൻ ഓതി കൊടുക്കരുത്. 3 ദിവസം കൊണ്ട് അദ്ദേഹം ഒരു ഖത്മ് തീർത്തിരുന്നു എന്നാണ്. 3 ദിവസം കൊണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു പോയ ഗ്രാൻഡ് മുഫ്തി, അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല ഓർമ്മശക്തിയും കാര്യങ്ങളും, സംസാരിക്കുമ്പോൾ ഒരു തിരിയൂല. അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അദ്ദേഹം അറബിയാണ് പറയുന്നത്, ആ അറബി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്. അവർ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താ അദ്ദേഹം പറഞ്ഞത് നമ്മളോട്. നമുക്ക് മനസ്സിലാവില്ല, ഒട്ടും മനസ്സിലാവില്ല. പക്ഷേ നല്ല ഓർമ്മശക്തി. അതൊരു അടുത്തൊരു ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ. പല ആളുകളും അങ്ങനെ ഉണ്ടാകും. അതേ അവസരത്തിൽ അറുദലുൽ ഉമർ എന്ന് പറയുമ്പോൾ മനുഷ്യന് പലപ്പോഴും ആ പ്രത്യേകമായൊരു ഘട്ടത്തിലേക്ക് തള്ളപ്പെടുന്ന ഒരവസ്ഥ, ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? ദീർഘായുസ്സോടുകൂടെയാണ് അങ്ങനെ പലപ്പോഴും സംഭവിക്കുക. ദീർഘായുസ് നല്ല തന്നെയാണ്, പക്ഷേ എന്തും കൂടെ വേണം, നന്മ ചെയ്യുവാനുള്ള തൗഫീഖും കൂടെ വേണം. അപ്പം നമ്മൾ ദീർഘായുസ് കിട്ടണേന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അള്ളാഹ് എനിക്ക് നല്ല ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരായുസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ആരാണ് ഖൈർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവൻ ആരാണ്? നബി തങ്ങൾ ചോദിക്കപ്പെട്ട ചോദ്യമാണ്, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആയുസ് ഒരുപാട് കിട്ടിയവനാണ് ഏറ്റവും ഖൈറായ മനുഷ്യൻ. അപ്പോൾ ദീർഘായുസിലേക്ക് തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ ദീർഘായുസ് കിട്ടലല്ല ഇവിടെ പ്രശ്നം. വഹസുന അമലുഹു, അയാളുടെ അമല് ഏറ്റവും നല്ല നിലക്കാണ്. അപ്പം അമല് നന്നായിക്കൊണ്ട് അയാൾക്ക് ദീർഘായുസ് കിട്ടുകയാണ്. അയ്യുന്നാസി ഷർറുൻ, അടുത്ത ചോദ്യം, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ്? മൻ ത്വാല ഉംറുഹു,
ആയുസ് കുറെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ വസാ അമലുഹു, എന്നിട്ടും മോശപ്പെട്ട ജീവിതത്തിന് യാതൊരു കുറവും ഇല്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ആയുസ്സിന് വേണ്ടി നമ്മൾ തേടണം. അള്ളാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ. അതേ അവസരത്തിൽ ഈ ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് തള്ളപ്പെടുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് അതിനെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആ അത് സ്വഹാബത്ത് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾക്ക് ദുആ പഠിപ്പിച്ചു തന്നു. സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനാ, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിരുന്നു. ഹൗലായിൽ കലിമാത്ത്, ദാ താഴെ പറയാൻ പോകുന്ന ഈ വാക്കുകൾ ഞങ്ങളെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാറുണ്ടായിരുന്നു. കമാ തുഅല്ലമുൽ കിതാബത്തു, എഴുത്ത് പഠിപ്പിക്കപ്പെടുന്നത് പോലെ കൃത്യമായിട്ട് എങ്ങനെ എഴുതി വെക്കണം, എപ്രകാരം എഴുതി വെക്കണം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കാത്തിബീങ്ങളുണ്ട്. ഖുർആനാകുന്ന വഹി അപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കാൻ അന്നുള്ള സംവിധാനങ്ങളിൽ, ഇന്നത്തെ പോലെ പേപ്പറൊന്നുമില്ലല്ലോ, അന്നുള്ള പ്രതലങ്ങളിൽ, സ്ഥലങ്ങളിൽ എല്ല്, അതുപോലെ തന്നെ പ്രത്യേകം മരം, ആ വിധത്തിലുള്ള പ്രതലങ്ങളിൽ എവിടെയാണോ അത് എഴുതി വെക്കാൻ അന്നുള്ള സംവിധാനങ്ങളെങ്കിൽ അത്രത്തോളം സൂക്ഷ്മതയോടെ അത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേപോലെ ഞങ്ങളോട് ഇത് പഠിപ്പിച്ചിരുന്നു. ആ ആമുഖം പറഞ്ഞിട്ടാണ് സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഈ ദുആ പറയുന്നത്. അതിൽ നമുക്കൊരു പാഠമുണ്ട്, എല്ലാവരും പഠിച്ചിരിക്കണമെന്നും എല്ലാ അവസരങ്ങളിലും നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം എന്നുമാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ലി, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ലി, പിശുക്കിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വ അഊദു ബിക മിനൽ ജുബ്നി, ഭീരുത്വത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. പിശുക്ക് ചെലവഴിക്കേണ്ടയിടത്ത് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുക, നല്ല കാര്യങ്ങൾക്കൊന്നും ചെലവഴിക്കൂല, ആ ഒരവസ്ഥ. വേണ്ടാത്തതിനൊക്കെ ചെലവഴിക്കും, അവിടെ ഈ തോന്നൽ ശൈത്താൻ ഉണ്ടാക്കൂല. ആർഭാടത്തിന്, അനാവശ്യത്തിന്, പൊങ്ങച്ചം കാണിക്കാൻ, അതിനൊക്കെ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കും, ഒരു പേടി ഉണ്ടാവില്ല. നല്ലൊരു മാർഗത്തിലേക്ക് കൊടുക്കേണ്ട അവസ്ഥ എത്തുമ്പോൾ ശൈത്താൻ പറയും കൊടുത്തു പോകല്ലേ, അതൊന്നും കൊടുക്കാൻ ഞാൻ കൊടുത്തോളണം എന്നൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൽ പിന്തിരിപ്പിക്കും. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല വല്ലാഹു വാസിഉൻ അലീം. ശൈത്താൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നത് നിങ്ങളെ പറഞ്ഞു പേടിപ്പിക്കും. അൽ ഫഖർ, ഫഖീറായി പോകും. എന്ത് ശരിയായി കൊടുക്കണം, എത്ര ശരിയായി കൊടുക്കുക, എന്തങ്ങനെ കൊടുക്കുക തന്നെ, എന്നെ കൊടുക്കാള്ളൂ, വേറെ ഒരുപാട് ആൾക്കാർ കൊടുക്കാല്ലേ, അവരെ കണ്ട് കൊടുക്കട്ടെ. അങ്ങനെ നന്മയിലേക്ക് നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ചെലവഴിച്ചിട്ടുണ്ടാവും, രണ്ടോട്ടം ചെലവഴിച്ചിട്ടുണ്ടാവും, മൂന്നാം വട്ടം ആവുമ്പോഴും ശൈത്താൻ പറയും എന്തിനിപ്പം ഇങ്ങനെ കൊടുക്കണം, ഇനി മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി, വേറെ എത്ര ആൾക്കാരുണ്ട് ഇവിടെ. ഇപ്പൊ കണ്ടോ, നമ്മൾ ആ കവാടം അടച്ചു. അതേ അവസരത്തിൽ വയഅ്മുറുകും ബിൽ ഫഹ്ശാ, മോശപ്പെട്ട ഏത് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോഴും ശൈത്താൻ നിങ്ങളോട് പറയൂല എന്തിനാ ചെലവഴിക്കണെന്ന്. ഇത്രയൊന്നും പോരാ, നന്നായി ചെലവഴിക്കടോ, നിനക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ, നിനക്കൊരു പ്രത്യേകമായ പദവിയില്ലേ, അത് നിലനിർത്ത്, അതിനിതൊന്നും പോരാ, നന്നായി ചെലവഴിക്ക്, ഒരുപാട് ചെയ്യ്, അത് നല്ല പ്രോത്സാഹനം അതിനാണ് തരും. തൊട്ടടുത്ത ആയത്തിലുള്ള പറഞ്ഞു, ആ ഉടനെ തന്നെ റബ്ബ് പറഞ്ഞു വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല, കൊടുത്തോളൂ നന്മയുടെ മാർഗത്തിലേക്ക്, ഒന്നല്ല 10 അല്ല 100 അല്ല 1000 തവണ കൊടുത്തോളൂ. റബ്ബ് നിങ്ങൾക്ക് ഏറെ 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 അങ്ങനെ ഫദ്ല് തരും. നിങ്ങളുടെ പാപങ്ങൾ അതിലൂടെ അല്ലാഹു പൊറുക്കും. മഗ്ഫിറത്തുൻ ഫദ്ലും അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലനാണ്. കൊടുത്തോളിൻ കൊടുത്തോളിൻ അല്ലാഹു പറയും, ശൈത്താൻ പറയും കൊടുക്കല്ലേ കൊടുക്കല്ലേ. എന്നാൽ വേണ്ടാത്ത എല്ലാ തോന്നിവാസങ്ങളിലേക്കും ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോൾ ഞാൻ ഇപ്പം എന്ത് കണ്ടിട്ടാണ് ഞാൻ ഈ ചെലവഴിക്കണത് എന്ന് നമ്മളെ മനസ്സിൽ ശൈത്താൻ തോന്നിപ്പിക്കേ ചെയ്യൂല. അതിന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, ആരടുത്തുനിന്നൊക്കെ കിട്ടാണ്ടോ എല്ലാരടുത്തുനിന്ന് ലോൺ എടുക്കും, കല്യാണം അടിപൊളിയാക്കാനും. അങ്ങനെ എന്തൊക്കെ തോന്നിവാസങ്ങളുണ്ടോ അതിനൊക്കെ വേണ്ടി എന്തും ചെയ്യും. അള്ളാഹുവിനോട് തേടണം എന്നാണ് മുത്ത മുസ്തഫ
എഴുത്ത് പഠിപ്പിക്കപ്പെടുന്നത് പോലെ എത്ര സൂക്ഷ്മമായിട്ടാ വഹി എഴുതി വെക്കാൻ പറഞ്ഞിരുന്നത്. അതേപോലെ ഞങ്ങളെ പഠിപ്പിച്ചതാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ലി വഅഊദു ബിക മിനൽ ജുബ്നി. ജുബ്നി എന്ന് പറഞ്ഞാൽ എന്താ? ഭീരുത്വം, ധൈര്യമല്ല ഒന്നിനും. വലിയൊരു അസുഖമാണ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ നമുക്ക് ധൈര്യമല്ല, ധൈര്യക്കുറവ്. ഷജാഅത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് ജബാനത്ത്, ജുബ്ന്, ഭീരുത്വം, പേടി. ഒന്നിൽക്കും ഇറങ്ങാൻ ധൈര്യമല്ല. ഒരാളോടൊരു കാര്യം പറയാൻ പേടി, അവനെ കുറിച്ച് എന്താ വിചാരിക്കുക. ഇതുവരെ അവൻ എന്നോട് ചിരിച്ചിരുന്നു, ഇനിയിപ്പോൾ അവൻ്റെ ചിരി മുടങ്ങൂലേ, ഞാൻ സമൂഹത്തിൽ ഒറ്റപ്പെടൂലേ, ഞാൻ ആൾക്കാരെ കണ്ടാ വെറുക്കൂലേ, എന്നെ പുത്തംവാദി എന്ന് വിളിക്കൂലേ, എന്നെ കാരണവന്മാരെ ഒന്നും ബഹുമാനിക്കാത്തോന്ന് എന്നെ പറയില്ലേ. ഇസ്ലാമിന്റെ ഒരുപാട് ആശയങ്ങൾ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അവനവന്റെ ആശയത്തെ മൂടി വെക്കുന്ന എത്രയോ ആളുകൾക്ക് ഇന്ന് പിടിപെട്ടിട്ടുള്ള മനോരോഗമാണ് ജുബ്ന്. പേടിയാണ്, ഭീരുത്വം. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയാൻ നമുക്ക് കഴിയുന്നില്ല. എന്താ? പേടിയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ലി വഅഊദു ബിക മിനൽ ജുബ്നി. ജുബ്ന്, ഭീരുത്വം. മൂന്നാമത്തേതാണ് നമ്മുടെ വിഷയം. വഅഊദു ബിക മിൻ അൻ നുറദ്ദ ഇലാ അർദലിൽ ഉമർ. വഅഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്, മിൻ അൻ നുറദ്ദ, ഞങ്ങൾ തള്ളപ്പെടുന്നതിൽ നിന്ന്, ഇലാ അർദലിൽ ഉമർ, ആയുസ്സിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് തള്ളപ്പെടുന്ന ഒരവസ്ഥ വരരുതേ. വഅഊദു ബിക മിൻ ഫിത്നത്തിദ് ദുനിയാ, ദുന്യാവിന്റെ ഫിത്ന ഒരുപാടാണ് റബ്ബേ, ഞാൻ അകപ്പെട്ടു പോകല്ലേ. വഅദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നും. 5 കാര്യങ്ങളാണ് ഇതിൽ ചോദിച്ചത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതിപ്പോൾ ഇവിടെ ഈ അർദലുൽ ഉമർ കൃത്യമായിട്ട് പറയാൻ കാരണം അതാപ്പോൾ നമ്മളെ വിഷയം. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയാണ്, വഹുവ കിബറുസ് സിന്നി, ഏറ്റവും വലിയ വാർദ്ധക്യത്തിന്റെ ഘട്ടമാണത്. അൽ മുഅദ്ദി ഇലാ ളഅഫിൽ ഖുവ, മനുഷ്യന്റെ പവറൊക്കെ പോവും. ശൈഖ് ഉസൈമീൻ റഹിമഹുല്ല പറയാണ്, ഇത് വിശദീകരിക്കുന്നിടത്ത് പറയാണ്, അൽ ഹറം, വാർദ്ധക്യം, പടുവാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ, ഫൽ ഇൻസാനു ഇദാ കബറ വതാലത് ബിഹിൽ ഹയാ, അവന്റെ അവസ്ഥ എന്തായി തീരും? വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമിൻകും മൻ യുറദ്ദു ഇലാ അർദിൽ ഉമർ, നമ്മൾ കേട്ടല്ലോ ആയത്ത്. അതിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലെത്തുമ്പോൾ ഈ മനുഷ്യന്റെ അവസ്ഥ പിന്നെ എന്താകും? ഇയാൾ നല്ല ബുദ്ധിയുള്ള ആളായിരിക്കും പണ്ട്, പക്ഷേ യർജിഉ ഹത്താ യകൂന മിസ്ല സിബിയാൻ, പിന്നെ ആൾ കുട്ടികളെ പോലെ മാറും, കുട്ടികളെ പോലെ ആയിട്ട് മാറും. ലിഅന്ന സബിയ ലം യകുൻ ഖദ അഖല ഫലാ യദ്രി അൻ ഷൈഇൻ, കുട്ടികൾക്ക് എന്തെങ്കിലും അറിയോ? അതേ അവസരത്തിൽ ഇയാളുടെ അവസ്ഥ എന്താണ്? ഇയാൾക്കൊക്കെ അറിയാമായിരുന്നു, ഉപ്പ നഷ്ടപ്പെട്ടതാണ്. കുട്ടികൾക്കും ആദ്യം ഒന്നും അറിയില്ല. പിന്നെ അയാൾ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇനി പറയുന്ന വാചകം നമ്മൾ ശ്രദ്ധിക്കാം. അവസാന ഘട്ടത്തിലേക്ക് ഇയാൾ എത്തുമ്പോൾ എന്താ സംഭവിക്കുക അറിയാം? യുഉദൂന അഹ്ലീഹിം അശദ്ദു മിൻ നീദാഇസ് സബിയാൻ, കുട്ടികൾ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ ഈ പ്രായക്കാർ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കും. അവരുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. തഇബ, അവൻ വളരെ നന്നേ ക്ഷീണിച്ചിട്ടുണ്ടാകും. വഅത്അബ ഗൈറഹു, മറ്റുള്ളവനും അവൻ കാരണം ക്ഷീണിക്കും. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഹത്താ, ഇനി കേട്ടോ, ഹത്താ ഇന്ന അഖസ്സന്നാസി ബിഹി, ആ സ്റ്റേജിലെത്തിയ ആളെ കുറച്ചു കാലമൊക്കെ കുടുംബങ്ങൾ ഏറ്റവും അഹസ്സായ മനുഷ്യന്മാർ വരെ ആഗ്രഹിച്ചു, വ്യതമന്ന, അവരാഗ്രഹിച്ചു പോകും, അന്യമൂത്ത്, ഇയാളൊന്ന് പണി കഴിഞ്ഞിട്ടെങ്കിൽ. സുബ്ഹാനല്ലാഹ്, എപ്പോഴാ ഒന്ന് മരിച്ചു കിട്ടുക? ആര്? ഇതെല്ലാവർക്കും വരുന്നൊരവസ്ഥയാണ്. അല്ലാഹ് കാക്കട്ടെ. രോഗിയായി കഴിഞ്ഞാലേ ഞാനാവട്ടെ നിങ്ങളാവട്ടെ ആരാവട്ടെ റഹ്മാനായ റബ്ബിൻ്റെ കാവലുണ്ടാകട്ടെ. എപ്പം മരിക്കുകയാണെങ്കിലും നല്ല ആഫിയത്തോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് തരുന്ന വേണം. രോഗിയായിട്ടൊന്നും ഒരുപാട് കാലം കടന്നിട്ട് അത് ഏത് പ്രായമൊന്നുമില്ല. ആളുകൾക്ക് വലിയ പ്രയാസം നമ്മളെ കൊണ്ട്. കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എന്താ വേണ്ട? കുട്ടിക്ക് വല്ലതും അറിയോ?
കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കൊന്നും അറിയൂല. കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കണം. ഈ അവസ്ഥയിലെത്തിയാലോ ഭക്ഷണം വാരി കൊടുക്കണം. കുട്ടി മലമൂത്ര വിസർജനമൊക്കെ കിടന്ന കിടപ്പിലാണ്. ആ ഒരവസ്ഥയിൽ ഈ മനുഷ്യനും അങ്ങനെ തന്നെ. പക്ഷേ ഒരു കുട്ടി കിടന്ന കിടപ്പിലോ ഒരാളുടെ മടിയിലോ തന്നെ മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്താലും അതൊരു കുട്ടിയാണ് എന്നുള്ള പരിഗണന ഒരുപാട് പ്രായത്തിൽ കിട്ടും. എൻ്റെ കുട്ടിയാണ്, എനിക്കവനെ കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ട്, ഭാവിയുണ്ട്, എൻ്റെ മോനാ, എൻ്റെ മോളാ. ആ വാപ്പാക്കും ഉമ്മാക്കും ഒരു പ്രതീക്ഷയുണ്ട്, വളർന്നു വരാൻ പോണൊരു മോനാ. അതുകൊണ്ട് കുട്ടി എത്ര തവണ അങ്ങനെ അപ്പിട്ടാലും മൂത്രയിച്ചാലൊന്നും ഒരു ഉമ്മിയും ഒരു ഉപ്പിയും വെറുക്കൂലല്ലോ. എത്ര തവണ അത് ആവർത്തിച്ചാലും വെറുക്കൂല. കാരണം അവനെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷയാണ്, നമ്മളെ കുട്ടിയാണ്. അവൻ ചോദിച്ചാൽ എത്ര തവണ ചോദിച്ചാലും നമുക്ക് ദേഷ്യം പിടിക്കൂലോ. കുട്ടി എത്ര തവണ നമ്മളോടൊരു ചോദ്യം ചോദിച്ചാലും നമ്മൾ അതിനൊക്കെ മറുപടി പറയും. ചോദിച്ചാൽ എന്നെ ചോദിക്കും കുട്ടി. ഈ ഒരു ആനുകൂല്യവും പ്രായമായ ആളുകൾക്ക് കിട്ടൂല. സുബ്ഹാനല്ലാഹ്, കിട്ടൂല. ഒന്നും രണ്ടും തവണയൊക്കെ മൂത്രയിച്ചും ഒക്കെ ചെയ്തു വരും. നിന്നെ കൊണ്ട് പറ്റൂല. എത്ര മക്കളുണ്ട്, അവര് തമ്മിൽ വഴക്കാവും, വക്കാണാവും. ഞാൻ മാത്രമൊന്നുമല്ലല്ലോ മകന്, ഞാൻ മാത്രമൊന്നുമല്ലല്ലോ മകള്. ഞോള് നോക്കട്ടെ കുറച്ചു കാലം, എന്നെ കൊണ്ട് പറ്റൂല. 6 മാസം ഞാൻ വന്ന് നോക്കട്ടെ, അവള് കൊണ്ടോട്ടെ. ഫുട്ബോൾ ഇട്ട് തട്ടുമ്പോൾ നമ്മളെ തട്ടുന്നൊരവസ്ഥ സഹോദരങ്ങളെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ ഒരവസ്ഥ അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമാണ്. മക്കള് നമ്മളിട്ട് തട്ടുക, അവർക്ക് നമ്മളെ വേണ്ട. അവര് നോക്കി മലങ്ങി എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിൽ. ഒരു നോക്കി അടങ്ങാറായി. എത്ര വെച്ചിട്ട് അപ്പൊ അത് കാത്തിരിക്കുക? എത്ര വെച്ചിട്ട് അത് നോക്കുക? ഞാൻ മാത്രം മകൻ, ഞാൻ മാത്രം നോക്കിയാൽ മതിയോ? മറ്റയാളും നോക്കണ്ടേ? വരും നോക്കണ്ടേ? അവളും ഇല്ലേ? ഏട്ടത്തിയില്ലേ? അനിയത്തിയില്ലേ? ഏട്ടത്തിമാരില്ലേ? അനിയത്തിമാരില്ലേ? അവരൊക്കെ നോക്കട്ടെ. ഒരു വല്ലാത്ത അവസ്ഥ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇത് വേണം. മറ്റൊരാൾക്ക് ശല്യമായി തീരുന്ന ഒരു ആയുസ് നമുക്ക് വേണ്ട. ജീവിക്കുന്ന കാലം അന്തസ്സായി ജീവിക്കാൻ പറ്റണം. ആരുടെയും ആശ്രയമല്ല. ഇതല്ല. എണീക്കണമെങ്കിൽ പരസഹായം വേണം, തിരിച്ചു മറിച്ച് കിടത്തണമെങ്കിൽ ആൾ വേണം. മൂത്രയിക്കാണ്, ട്യൂബിട്ടിരിക്കുകയാണ്, അത് ഊരിക്കൊണ്ടു പോകണം, അത് ഫിറ്റ് ചെയ്യണം. വായിൽ ട്യൂബിട്ടിരിക്കുകയാണ്, ഭക്ഷണം നേരത്തെ തരണം. ഏത് സമയത്താ അത് തരിക? പിച്ചും പേയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചോദിച്ചാൽ തന്നെ ചോദിക്കുകയാണ്, ചോദിച്ചതന്നെ ചോദിക്കുകയാണ്. നമ്മളെ കുട്ടികളോട് നമ്മളോട് ചെറിയ മക്കൾ ചെറുപ്പത്തിൽ എത്ര തവണ ചോദിച്ചാലും നമ്മൾ അപ്പോഴൊക്കെ മറുപടി കൊടുക്കും. പ്രായമായ വാപ്പിയമ്മീ നമ്മളോട് 2 ചോദ്യം 3-മത്തത് ആവർത്തിച്ചാൽ പറയും മിണ്ടാതിരിക്കുക. എവിടെ എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കും. സുബ്ഹാനല്ലാഹ്. ആ അമ്മക്കത് നല്ല ബോധം ഉണ്ടെങ്കിൽ ചോദിക്കൂ, ആ ഉപ്പ നല്ല ബോധം ഉണ്ടെങ്കിൽ ചോദിക്കൂല. പക്ഷെ അത് മനസ്സിലാക്കാൻ എന്തേ മക്കളായ നമ്മൾക്ക് കഴിയാതെ പോകുന്നത്? ദുന്യാവ് അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴും ചോദിച്ചത് തന്നെ ചോദിക്കുമ്പോഴും കരയുമ്പോഴും പല കാര്യങ്ങൾക്കും വാശി പിടിക്കുമ്പോഴും അതുപോലെ തന്നെ അട്ടഹസിച്ച് കരയുമ്പോഴും പല വിധത്തിലുള്ള കുറുമ്പുകൾ കാണിക്കുമ്പോഴും ഒക്കെ കുട്ടികൾക്ക് നമ്മൾ 100 തവണ ആനുകൂല്യം കൊടുത്താൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ 3 തവണ കൊടുക്കൂല, 1-2 തവണയൊക്കെ കൊടുക്കും. ഇതിഞ്ഞി പ്രതീക്ഷയൊന്നുമില്ല. ഇതിഞ്ഞിപ്പോ നോക്കിണ്ടാക്കിയിട്ട് എന്താ? ഇതിഞ്ഞി പ്രതീക്ഷയൊന്നുമില്ല. ഇതിഞ്ഞി മരിച്ചു പോകാനുള്ളതല്ലേ. മറ്റേതങ്ങനല്ല. മറ്റേത് എനിക്ക് പ്രതീക്ഷ ഉണ്ട്. അപ്പൊ നമ്മളെക്കുറിച്ച് പ്രതീക്ഷ ഇല്ലാത്തൊരു കാലം ആർക്കും വേണ്ട. ഒരു മൂലക്കൽ ഒരു ഭാഗത്ത് പഴന്തുണിക്കെട്ട് പോലെ മാറ്റി വെച്ചിട്ടുണ്ട്. എപ്പോഴാ ജീവൻ പോവുക? നോക്കി മലങ്ങി, കുടുംബങ്ങളൊക്കെ നോക്കി, മക്കൾ നോക്കി, എല്ലാവരും നോക്കി, എല്ലാവർക്കും മടുത്തുപോയി. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക്, കണ്ടോ ആ വാചകം നോക്കൂ നിങ്ങൾ, ഇയാളൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ ആ മനുഷ്യന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവര് വരെ യതമന്ന കൊതിച്ചു പോകും. ലിയന്നഹു ആദാഹു അത്അബഹു, കാരണം ഇയാളെ കൊണ്ട് അത്രയും ശല്യമുണ്ട്. മര്യാദക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങിയ അപ്പ വിളിക്കും, മോളെ മോനെ. പാതിര 2 മണിക്ക് നമ്മളെ കുട്ടി ഉണർന്നപ്പോഴും മുലപ്പാൽ വായിൽ വെച്ച് കൊടുത്തവരാണ് നമ്മൾ. അല്ലെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ വേണ്ടത് ചെയ്തവരാണ് നമ്മൾ. പ്രായമായ കിളവിയായ ബാപ്പയോ ഉമ്മയോ ഒരു ചുടുവെള്ളം കിട്ടണ്ടേന്ന്, ഒരു കട്ടൻ ചായ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഈ തന്തക്കതല്ലാതെ വേറെ പണിയൊന്നുമില്ല ഈ പാതിര സമയത്ത്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്താണ് ഇന്നത്തെ ലോകം?
ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പ്രായമായ തലമുറയുണ്ട്. ആ തലമുറയുടെ കാലം കഴിഞ്ഞ് അടുത്തൊരു തലമുറ ഒരവസ്ഥ ഇതിനേക്കാൾ കടുത്തതാ വരാൻ പോകുന്നത്. ഇന്നിപ്പോൾ കുറച്ചൊരു കുളിരും തണുപ്പൊക്കെ പ്രായമുള്ളവരോടുണ്ട്. മറ്റതൊക്കെ വേഗത്തിൽ എല്ലാവർക്കും ഒഴിവില്ല. പിന്നെ ഇപ്പം എന്തേ നിവൃത്തിയുള്ളൂ? വീട്ടിലത്തേക്കാൾ സുഖകരമായൊരവസ്ഥ ഇന്ന് വൃദ്ധസദനങ്ങളിൽ കിട്ടും. ആത്മാർത്ഥമായിട്ടൊന്നുമല്ല, അവരവരുടെ ജോലിയുടെ ഭാഗം എന്നുള്ള നിലക്ക് സമയത്തിന് ചായയും വെള്ളവും കഞ്ഞിയും ഒക്കെ കിട്ടും. ഒരു വേള വീട്ടിൽ നിന്ന് കിട്ടാത്തതിനേക്കാൾ സൗകര്യം പ്രായമുള്ളവർക്ക് ഇന്ന് വൃദ്ധസദനായി മാറുന്നു. കാരണം അവിടെ അവരുടെ ഒരു ജോലി എന്നുള്ള നിലക്ക് അവർ നിശ്ചയിക്കപ്പെട്ട ജോലിക്കാരുണ്ട്, അവർ സാലറിക്കാണ്, അവരവരുടെ സമയത്തൊക്കെ കൊടുക്കും. എനിക്കതാ നല്ലത് എന്ന് ആഗ്രഹിച്ചു പോകുന്നു. നിങ്ങൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ഈ വൃദ്ധന്മാരെ പാർപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കയറി നോക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂർ അവരുടെ ഇടയിൽ നിന്ന് പോയി സ്പെൻഡ് ചെയ്ത് നോക്ക്. എന്നിട്ട് പതുക്കൊന്ന് ഇങ്ങനെ ചോദിച്ചു നോക്കുക പ്രായമുള്ള അമ്മനോട്, പ്രായമുള്ള അപ്പനോട്. അവരാണ് പറയുന്ന കഥയാണ് കേട്ടാൽ സുബ്ഹാനല്ലാഹ്, ഈ ദുആ ഒരൊറ്റ സുജൂദില് നമ്മൾ പറയാതിരിക്കൂല. അഊദു ബിക മിനൻ നുറദ്ദ ഇലാ അർദലിൽ ഉമർ. അർദലുൽ ഉമറിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ തള്ളപ്പെടുക എന്നുള്ളത്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകരുത്. നമ്മളെ മനസ്സിൻ്റെ ആഗ്രഹം അതാ വേണ്ടത്. നമ്മൾ നല്ല കളിച്ച് നല്ല ആരോഗ്യമുള്ളൊരു സമയത്തായിട്ട് നമുക്ക് മരിക്കാൻ പറ്റണം. നമ്മൾ കിടന്ന് ഒരുപാട് നമ്മളെ പരിചരിച്ച് നോക്കൂലാനൊന്നുമല്ല ഞാനീ പറയുന്നത്, നോക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. മാതാപിതാക്കളെ, അതിനുള്ള ഈമാനുള്ള അത്തരത്തിലുള്ള ആളുകളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ. എന്താ ഈ സ്റ്റേജാണ് പറയുന്നത്? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ഞാൻ എപ്പോഴും ഈ ആയത്ത് പറയുമ്പോൾ ഓർമ്മിപ്പിക്കാറുണ്ട്. എന്താ യുവാവായിരിക്കെ നിന്റെ ഉപ്പയോടും ഉമ്മയോടും നീ ഏറ്റവും നല്ല നിലക്ക് പെരുമാറണമെന്ന് പറയാത്തത് ഖുർആൻ? അപ്പം ആരും അത് പറയേണ്ടതില്ല. നമുക്ക് നല്ല ആരോഗ്യമൊക്കെ ഉള്ള സമയത്ത് നമ്മളെ മക്കള് നമ്മളെ നോക്കിയാലും നോക്കിയില്ലെങ്കിൽ എന്ത്, ആരടാന്ന് വെച്ചാൽ ഞാനടാന്ന് ഞാൻ പറയും. നേരെ മറിച്ച് എനിക്ക് എൻ്റെ മക്കളെ, ബന്ധപ്പെട്ടവരെ ആശ്രയിക്കേണ്ട ഒരു പ്രായമാണ് എൻ്റെ കിബർ, എൻ്റെ വയോവാർദ്ധക്യം. അസമയത്ത് വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നത് ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. രണ്ടിലേതെങ്കിലും ഒരാളാവട്ടെ അല്ലെങ്കിൽ രണ്ടാളും തന്നെ ആവട്ടെ, നിന്റെ അടുക്കൽ വൃദ്ധരായ നിലക്ക് നിന്റെ മാതാപിതാക്കളുണ്ടോ, വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ചേർന്ന് നിന്റെ തടി കഴിച്ചിലാക്കിക്കോന്നല്ല അല്ലാഹു പറഞ്ഞത്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. എന്നിട്ടല്ല വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കല്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. ഛേ എന്നൊരു വാക്ക് പോലും നീ പറയരുത്. കാരണം എന്താ അറിയോ, ആ പ്രായത്തിൽ ചേന്ന് അല്ല അതിലപ്പുറം പറയുന്ന പെരുമാറ്റമായിരിക്കും ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും. അത് പ്രായത്തിൻ്റെ പ്രശ്നമാണ്. എന്താ നമ്മൾ ആ പ്രായത്തിൻ്റെ പ്രശ്നം വകവെച്ചു കൊടുക്കാത്തത്? എൻ്റെ ഉമ്മീപ്പി അതിപ്പോൾ പ്രായമായിട്ടുണ്ട്, പ്രായമായതുകൊണ്ടുള്ള ഒരു ആനുകൂല്യം നമ്മൾ അവർക്കെന്താ വകവെച്ചു കൊടുക്കാത്തത്? ആ ഉമ്മയും ബാപ്പയും നമ്മൾ ചെറുപ്പത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, നമ്മൾ കുസൃതി കാണിച്ചപ്പോൾ, നമ്മൾ കുറുമ്പ് കാണിച്ചപ്പോൾ, നമ്മൾ അവരുടെ ശരീരത്തിൽ പോലും മലമൂത്ര വിസർജനം നടത്തിയപ്പോൾ എന്താനുകൂല്യത്തിലാണ് അവർ സഹിച്ചത്? എന്താനുകൂല്യത്തിലാണ് സഹിച്ചത്? ഓൻ്റെ പ്രായപ്പം അതല്ലേ, ചെറിയ കുട്ടിയല്ലേ. ആ ആനുകൂല്യം നമുക്ക് തന്നത്. പ്രായം എന്ന ആനുകൂല്യം ചെറുപ്പത്തിൽ നമ്മളൊമ്മീപ്പി നമുക്ക് തന്നെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരിൽ നിന്ന് അനാവശ്യമായ കുറുമ്പുകള്, ദേഷ്യം പിടിക്കലുകള്, വർത്തമാനങ്ങള്, ചോദിച്ചു തന്നെ ചോദിക്കല്, അതേപോലെയുള്ള നമുക്ക് പറ്റാത്ത പല പെരുമാറ്റങ്ങളും കാണുമ്പോൾ ആ പ്രായം എന്തുകൊണ്ട് നമ്മൾ അതൊരു ആനുകൂല്യമായി ആ സമയത്ത് നമ്മളെന്താ കൊടുക്കാത്തത്? ഇതാണ് ഈ പറയുന്നത്. നമുക്കെന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? പ്രായമാകുന്ന ആനുകൂല്യം കൊണ്ട് ചെറുപ്പത്തിൽ അവർ നമ്മളെ സഹിച്ചു. അവര് ഏറ്റവും വലിയ വയോവാർദ്ധക്യത്തിലെത്തിയപ്പോൾ അവരുടെ പ്രായത്തിൻ്റെ ആനുകൂല്യത്തെ നമുക്ക് വകവെച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ സഹോദരങ്ങളെ, ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ എന്തേ നോക്കി, നിങ്ങൾ ഈ ദുആയുടെ കാര്യം പറഞ്ഞപ്പോൾ കണ്ടോ, ഇത് ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നിരുന്നു, എഴുത്ത് പഠിപ്പിക്കപ്പെടുന്നത് പോലെ. അത്ര ഗൗരവമായിട്ട് മനുഷ്യൻ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ അറുതലുള്ള ഉമർ. അപ്പം ആയുസ് ഇങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്താകും? അവൻ്റേതായ എല്ലാം അങ്ങോട്ട് നശിച്ചു പോകും. പിന്നെ പരസഹായം ഇല്ലാതെ നടക്കാനും കഴിയില്ല. 2 കാലുമ്പോൾ നല്ല ഉഷാറായിട്ട് നടന്നീന്നാളാ, പിന്നെ 3 കാലാവും, വടി കുത്തും. വടിയും പോയി അവസാനം 4 കാലാവും. അവസാനം പിന്നെ കിടന്നു, ഓർമ്മല്ല.
പിന്നെ എന്തെല്ലാം ബാധിക്കുന്നു നമുക്ക്? ഡിമെൻഷ്യ, മനുഷ്യന്റെ മറവി രോഗം, വലിയൊരു പ്രശ്നമല്ലേ? മറവി വന്നു കഴിഞ്ഞാൽ തന്നെ പോയി, ഇനി വലിയ പ്രായമൊന്നും വേണമെന്നില്ല. ആ മറവിയുടെ ഘട്ടത്തിലേക്ക് എത്തിയാൽ ചോദിച്ചാൽ തന്നെ ചോദിക്കും, പറഞ്ഞ് കേട്ടു നിൽക്കണോ ചിരിക്കും. നമ്മളെ ചോദ്യങ്ങൾ, നമ്മളെ വർത്താനൊക്കെ കേൾക്കുമ്പോഴേ നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ കാണാൻ വന്ന് ചോദിക്കും, അല്ല കുട്ടിയെ എന്തായിരുന്നു അപ്പം എൻ്റെ പേര്? അപ്പം തന്നെ ചോദിക്കും, അല്ല പേരെന്തേന്നു, ഇജ്ജ് പേരാ? സുബ്ഹാനല്ലാഹ്. എല്ലാം അറിഞ്ഞിരുന്നു, എല്ലാം അറിയാമായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും അറിയില്ല. ഇതാണ് അറുദലുൽ ഉമർ. വമൻ നുഅമ്മിറുഹു, നാം ആർക്കെങ്കിലും ആയുസ് നീട്ടിക്കൊടുക്കുന്നതായാൽ, ഇനി ആയത്തിലേക്ക് ഒന്നും കൂടി മടങ്ങി വന്ന് നോക്ക്. വമൻ നുഅമ്മിറുഹു, ആർക്കെങ്കിലും നാം ആയുസ് നീട്ടിക്കൊടുക്കുന്നതായാൽ, ആർക്കെങ്കിലും നാം ദീർഘായുസ് നൽകുന്നതായാൽ, നുനക്കിസുഹു, നേരെ വിപരീതാവസ്ഥയിലേക്ക് നാം അവനെ മാറ്റിമറിക്കുന്നു. ഫിൽ ഖൽഖി, പ്രകൃതിയിൽ. നാച്ചുറന്ന് മാറിപ്പോയി, കുട്ടിയായിപ്പോ. കുട്ടികളെ എല്ലാ സ്വഭാവം ഉണ്ടാവും അങ്ങേയറ്റത്തെ പ്രായത്തിൽ കണ്ടെത്തിയാൽ. അത്തും ബിത്തും എന്ന് പറയില്ലേ, അത്തും ബിത്തും. അതുകൊണ്ട് പറയാൻ തുടങ്ങും, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് നിലനിർത്തി തരാൻ വേണ്ടി അള്ളാഹിനോട് എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മജ്ലിസിൽ വിട്ട് പിഴിയുന്നതിൻ്റെ മുമ്പ് അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന ഉണ്ട്. നമ്മൾ തറാവീഹ് നിസ്കാരങ്ങളിൽ രാത്രികളിൽ നമ്മൾ കേൾക്കുന്നതാണ്. വമത്തിഅന അല്ലാഹുമ്മ ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവ്വതിനാ അബദം മാ അഹ്യൈതനാ വജ്അൽഹുൽ വാരിസ മിന്നാ വജ്അൽ സഅറനാ അലാ മൻ ളലമനാ വൻസുർനാ അലാ മൻ ആദാനാ. എന്നിങ്ങനെ ശേഷം അതിന് തുടക്കത്തിൽ വേറെ കുറേ കാര്യങ്ങൾ ആദ്യം വേറെ ചോദിക്കുന്നു. എന്താണ് ആ പ്രാർത്ഥന? നമ്മളതിങ്ങനെ ആമീൻ പറയും, നമുക്കതിനെ പറ്റി ഒന്നും അറിയില്ല. വമത്തിഅന അല്ലാഹുമ്മ, അല്ലാഹുവേ നീ ഞങ്ങളെ സുഖിപ്പിക്കണേ. മത്തഅ, സുഖം നൽകി. വമത്തിഅന അല്ലാഹുമ്മ ബി അസ്മാഇനാ, ഞങ്ങളുടെ കേൾവി ശക്തിക്ക് ഒരു ഭംഗവും വരരുതേ. കാതിൻ്റെ കേൾവി അവിടെ തന്നെ നല്ല ആരോഗ്യത്തോടെ നിലനിർത്തി തരണേ. വഅബ്സാരിന, ഞങ്ങളുടെ കാഴ്ച ശക്തിക്ക് മങ്ങൽ വരാതെ ഞങ്ങളുടെ കാഴ്ച ശക്തി ഞങ്ങൾക്ക് നന്നായി നീ നിലനിർത്തി തരണമേ. വഖുവ്വാതിന, ഞങ്ങളുടെ ബോഡിയുടെ മൊത്തം പവർ, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ ശക്തി നീ ഞങ്ങൾക്ക് എന്നെന്നും നിലനിർത്തി തരണേ. അബദം മാ അഹ്യൈതനാ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതിനൊന്നും ഒരു ഭംഗവും വരരുതേ. കുറച്ച് കടന്നു പറയാണ്, വജ്അൽഹുൽ വാരിസ മിന്നാ, മരിച്ചാൽ ഇത് അനന്തരം കൊടുക്കാൻ മാത്രം ഞങ്ങളിൽ ബാക്കിയാവണേ. ആ പ്രയോഗം ശ്രദ്ധിച്ച നിങ്ങൾ, വജഅൽഹുൽ വാരിസ മിന്നാ, ഞങ്ങളിൽ എന്നത് ഞങ്ങളെ ശേഷക്കാർക്ക് അനന്തരം എടുക്കാൻ പറ്റണ വിധത്തിൽ ഞങ്ങളിൽ ആ പവറൊക്കെ നിലനിർത്തണേ. അതൊരു പ്രയോഗ. എന്താ അറിയോ, കൊടുക്കാൻ മാത്രം ബാലൻസ് ആണ്. ഇപ്പോഴും കണ്ണിനൊരു പ്രശ്നമല്ല, ഇപ്പോഴും കാതിനൊരു പ്രശ്നമല്ല, ഇപ്പോഴും ഓർമ്മക്കൊരു പ്രശ്നമല്ല, ഇപ്പോഴും നല്ല പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഒരു മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴിന് മുമ്പായിട്ട് അത് പറഞ്ഞിട്ടുണ്ടാവുന്നതാണ്. അബദം മാ അഹ്യൈതന അബദം മാ അബ്ഖൈതന എന്നൊക്കെ പല റിവായത്തുകളും കാണാൻ സാധിക്കും. അപ്പം സഹോദരങ്ങളെ, ഇത് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇവിടെ നമ്മൾ വേറെ ഇത്തരം ആളുകൾക്ക് സമൂഹത്തിൽ ഏറ്റവും വലിയ ആനുകൂല്യവും കാരുണ്യവും അവർക്ക് ലഭിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങൾ അവരോട് ചേന്ന് പോലും പറയരുത്, വാക്കിൽ പോലും. ഇന്നിപ്പോ എന്താ പറയുന്നത്? പാപ്പാനോടും ഉമ്മാനോടും ദേഷ്യം പിടിച്ച് സംസാരിക്കും, ദേഷ്യം പിടിച്ച് കയർത്ത് സംസാരിക്കും. നേരിട്ട് പറയാൻ ധൈര്യമില്ലെങ്കിൽ പിറുവിറുക്കും. കേക്കല് മാത്രമൊന്നുമല്ല, പിറുവിറുത്താൽ പോലും ഹറാമാണ്. ചിലപ്പോൾ കുറച്ച് തണ്ടും തടിയുള്ള വാപ്പിയമ്മയാണെങ്കിൽ പറയാൻ നേരിട്ട് തരാൻ പറയാൻ പേടിയുണ്ടാവും. അപ്പോൾ പിറുവിറുക്കും, അവനാരുടെ ദേഷ്യം പറഞ്ഞു തീർക്കും. ഹറാം. കാരണം അത് വാപ്പിയമ്മയും കേട്ടോന്നല്ല, അതവിടെ എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്. ആര്? റബ്ബ് നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ രേഖപ്പെടുത്തുകയാണ്. എല്ലാം അറിയാവുന്ന വാപ്പാക്കെ കണ്ണിനോ കാതിനോ ഒക്കെ വല്ല തകരാറും വന്നിട്ടുണ്ടാവുള്ളൂ. റഹ്മാനായ റബ്ബ് ഉറക്കമില്ല, മയക്കമില്ല, അതവിടെ രേഖയായി.
അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ വിഷയമാണിത്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ വലിയ ശ്രദ്ധ വേണമെന്ന് പറയുന്നത്. ആരൊക്കെ എത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ട് അതിനുവേണ്ടി അത്ര ഒരു പുണ്യം കിട്ടുന്നൊരു പ്രവൃത്തി ഒരിക്കലും നമുക്ക് വേറെ കിട്ടാനില്ല ദുനിയാവിൽ. അപ്പൊ അറുതലുൽ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. മുത്ത് മുസ്തഫ 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് നല്ല ആരോഗ്യവാനായിരിക്കെ തന്നെ പോയി. 63-ാമത്തെ വയസ്സിൽ, 60-ന്റെ 70-ന്റെ ഇടക്കാണെന്ന് പറഞ്ഞില്ലേ, മിക്ക ആളുകളും അങ്ങനെ പോയി. കുറേ ആളുകൾ ദീർഘമായി ജീവിച്ചവരുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ അത്തിൽ ഉംറഹു വ അക്സിർ മാലഹു വ വലദഹു. സുബ്ഹാനല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു 100-ലേറെ വയസ്സ് ജീവിച്ചു. ഒരുപാട് മക്കളും പേരക്കുട്ടികളുമായിട്ട് 100-ന്റെ അടുത്ത് എത്തിയെന്നാണ് പറയുന്നത്. ധാരാളം സമ്പത്ത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദുആയാണ്. അപ്പൊ ഇത് നമ്മുടെ ഇനി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന വേറൊരു കാര്യം എന്താ അറിയോ? നമ്മുടെ ശാരീരികമായിട്ട് നമ്മുടെ ഈ പവറും ആരോഗ്യങ്ങളൊക്കെ നിലനിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? യഹ്ഫളില്ലാഹ യഹ്ഫളുക. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചാൽ യഹ്ഫളുക, റബ്ബ് നിന്നെയും സൂക്ഷിച്ചോളും. നിനക്കല്ല തന്ന ശരീരം കൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, നിന്റെ ശരീരം കൊണ്ട് റബ്ബിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ നീ ചെയ്യാതെ എത്രത്തോളം സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നുവോ അത്രത്തോളം റബ്ബിന്റെ കാവല് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു വഴി അതാണ്. അല്ലാഹ് തന്ന ഈ അവയവങ്ങൾ കൊണ്ടൊന്നും അറിഞ്ഞുകൊണ്ടൊരു തിന്മ ചെയ്യാതിരിക്കുക, പടച്ചോനെ പേടിച്ചിട്ട്. അപ്പൊ റബ്ബിന്റെ കാവലുണ്ടാകുന്നു. യഹ്ഫളില്ലാഹ, നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ യഹ്ഫളുക, അല്ലാഹ് നിന്നെ കാത്തുകൊള്ളും. അല്ലാഹ് നിന്നെ കാത്തുകൊള്ളും. അത് ഒരു മാർഗമായിട്ട് പറയുന്നു. ഖുർആൻ പാരായണം അധികരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹുമ അവരിൽ നിന്നൊരു തഫ്സീർ കാണാൻ സാധിക്കും. എവിടെ? സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞിടത്ത് ഇല്ലല്ലദീന ആമനു, ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നു മനുഷ്യൻ എന്ന് പറഞ്ഞല്ലോ. അവിടെ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ എന്നുള്ളിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഒരു തഫ്സീറിൽ കാണാം ഇല്ലല്ലദീന ഖറഉൽ ഖുർആന, ഖുർആൻ പാരായണം ചെയ്യുന്നവരൊഴികെ. ഖുർആനിൻ്റെ പാരായണം ധാരാളമായി അധികരിപ്പിച്ചാൽ ജനങ്ങളിൽ എപ്പോഴും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമൊക്കെ നിലനിന്ന് കിട്ടുവാൻ വിശുദ്ധ ഖുർആൻ ധാരാളമായി മനഃപ്പാഠമാക്കാൻ ശ്രമിക്കലും മനഃപ്പാഠമാക്കിയത് ധാരാളമായി പാരായണം ചെയ്തുകൊണ്ട് നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്താൽ ബുദ്ധിശക്തി കൂടുതൽ കൂടുതൽ ഇങ്ങനെ തിളക്കം വർദ്ധിക്കും എന്നാണ്. അതിനുള്ളൊരു മാർഗം അതാണ് എന്നാണ്. പിന്നെ അള്ളാഹുവിനോട് ധാരാളമായി നമ്മൾ ഈ പ്രാർത്ഥന നിരന്തരമായി കാവൽ ചോദിക്കുക, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പോഴൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പിന്നെ നമ്മുടെ പ്രാർത്ഥന തന്നെ ഇത് പടച്ചവനോട് വളരെ ഗൗരവത്തോടെ പറയാം. പിന്നെ നമുക്ക് ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രായത്തിൽ അയാൾക്ക് പിന്നെ ഓർമ്മയൊക്കെ നശിച്ചതുകൊണ്ട് അയാൾക്ക് ആഗ്രഹിക്കുന്ന പല നന്മകളും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അയാൾക്ക് അതൊക്കെ ചെയ്തതുപോലത്തെ കൂലി കിട്ടും. കാരണം അയാൾ യൗവനകാലത്ത് നല്ല കാലത്ത് ഇങ്ങനെയൊക്കെ ആയുന്നൊരു സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് അയാൾ ഇതിലൊക്കെ വളരെ ചിട്ടുള്ള ആളായിരുന്നു എങ്കിൽ അയാൾ ഇനി എത്ര കാലം ഇങ്ങനെ പ്രയാസപ്പെട്ട് കിടന്നാലും അയാൾക്ക് ഏത് ഇബാദത്തിൻ്റെയും കൂലി. പള്ളിയിൽ ളുഹ്ർ ജമാഅത്ത് അവിടെ അങ്ങനെ നടക്കുന്നു, ദേഹം കുഴഞ്ഞ് കിടക്കുകയാണ്, പോകാൻ ആഗ്രഹമുണ്ട്, പോയിരുന്നതുമാണ്. അയാൾ വീട്ടിൽ ആ കിടന്ന കിടപ്പിലുള്ള ഒരു നിസ്കാരമുള്ളൂ, എന്നാലും ജമാഅത്തിന് പങ്കെടുത്ത കൂലി അദ്ദേഹത്തിന് കിട്ടും എന്ന് മുഹമ്മദ് മുസ്തഫ. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് നമ്മളോട് ചെയ്യുന്നൊരു കാരുണ്യമായിട്ട് പറഞ്ഞതാണ്. അതിനെന്ത് വേണം? നല്ല കാലത്ത് ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യനാവണം. അങ്ങനത്തെവർക്ക് അനാരോഗ്യം ബാധിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വിഷമിക്കൊന്നും വേണ്ട, നമ്മൾ ഒരിക്കലും സങ്കടപ്പെടണ്ട. എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, ബാങ്കല്ലേ ആ കൊടുക്കണ, ഇക്കാമത്തല്ലേ ആ കേൾക്കണ, നിസ്കാരല്ലേ ജമാഅത്തല്ലേ ആ കേൾക്കണ, ഇത്ര വിഷമം ഉണ്ടാവുക നമ്മളെ മനസ്സിൽ. വിഷമിക്കണ്ട. റഊഫും റഹീമുമായ റബ്ബ് പറയാണ്, നീ പോയിരുന്നല്ലോ, അലസനായിട്ടല്ലല്ലോ, ഇപ്പൊ നിനക്ക് വയ്യാത്തോണ്ടല്ലേ, അതേ കൂലി നിനക്ക് ഇവിടെ പരീ കടന്നിട്ട് ആ കടന്ന കടപ്പിൽ നിസ്കരിച്ചാലുണ്ട്. എത്രത്തോളം റഊഫാണ് നമ്മുടെ റബ്ബ്, എത്രത്തോളം റഹ്മാനാണ് നമ്മുടെ റബ്ബ്, എത്രത്തോളം വദൂദാണ് നമ്മുടെ റബ്ബ്.
എത്ര സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ്, കൃപയുള്ളവനാണ്. പക്ഷേ അവിടെ കണ്ടീഷൻ എന്താണ്? നല്ല കാലത്ത് ഇതൊക്കെ ചെയ്യുന്നവനാണ്. തഹജ്ജുദ് നിസ്കാരവും വീത്തറും സുന്നത്ത് നിസ്കാരങ്ങളും സമയ ഖുർആനോത്തും നല്ല നല്ല കാര്യങ്ങളും ജമാഅത്തിന് പള്ളിയിൽ കൃത്യമായിട്ട് പോകലും അത് തന്നെ ഒന്നാം സഫിലെത്താൻ ശ്രദ്ധിക്കലും, അങ്ങനെ എന്തൊക്കെ ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഈ ഗുണങ്ങളൊക്കെ അല്ലാഹു തആല ജീവിച്ചിരിക്കുക അവർക്ക് പറ്റാതായാലും നൽകിക്കൊണ്ടേയിരിക്കും. അത് റബ്ബ് തരുന്ന ഫളലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിപ്പോൾ അറേബ്യൻ മുശ്രിക്കുകളോട് അല്ലാഹ് ചോദിക്കുന്നത്, നിങ്ങളിതൊക്കെ കാണുന്നില്ലേ? വമൻ നുഅമ്മിറു നുനക്കിസു ഫിൽ ഖൽഖി, ഒന്നിനും പറ്റാത്തൊരവസ്ഥ. ഇനി അതിനൊന്നും കഴിയാത്ത അവസ്ഥയിൽ നിന്ന് ഇനി അതേ മണ്ണിൽക്കാണ് പോയി പിന്നെ ഈ സ്റ്റേജ് ഇങ്ങോട്ട് വരികയാണ്. അഫലാ യഅഖിലൂൻ, ചിന്തിച്ചുകൂടെ? വമൻ നുഅമ്മിറുഹു നുനക്കിസു ഫിൽ ഖൽഖ്, വമൻ നുഅമ്മിറുഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ്. വളരെ കൃത്യമായിട്ടല്ലേ? അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അഫലാ യഅഖിലൂൻ, ഇവർ ചിന്തിക്കുന്നില്ലേ? നമ്മളും ചിന്തിക്കുന്നില്ലേ? നമ്മൾ ബഅസിനെ നിഷേധിക്കാത്തവരായതുകൊണ്ട് നമുക്കിത് ബാധകമല്ലാന്ന് വിചാരിക്കരുത്. നമ്മളെ ജീവിതത്തിൽ ഇത് ഈ ആയത്തും ഒറ്റച്ചൊരു ആയത്തിൻ്റെ കഷ്ണമുള്ളൂ. ഇത് ഇരുന്ന് കരയാൻ മാത്രമുണ്ട്, ഇത് ഇരുന്ന് കരയാൻ മാത്രമുണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. റബ്ബേ, എൻ്റെ അവസ്ഥ എന്താവും? അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എന്നെ നീട്ടിയിടല്ലേ. എന്നെക്കൊണ്ടൊരാൾ കഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവില്ലേ? ഇതൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ എൻ്റെ ബന്ധപ്പെട്ടവർ പറയുന്നൊരു കാലം വരരുതേ. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ റബ്ബേ നല്ല നിലക്ക് ജീവിച്ച് മരിക്കാൻ കഴിയണേ. ഇതൊക്കെ നമ്മളെ പ്രാർത്ഥനയിലുണ്ടാവും. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സൽക്കർമ്മം ചെയ്യാനുള്ള ആഫിയത്ത് തരണേ, ആരോഗ്യം തരണേ, എല്ലാം ആ ഒരു നിയ്യത്താവുമ്പോൾ റഹ്മാനായ റബ്ബ് തന്നേക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ സൂറത്ത് യാസീനിലെ ആയത്തുണ്ടല്ലോ, മറന്നു പോകരുത്. വമൻ നുഅമ്മിറുഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ്. അപ്പോൾ ആ അറുതലുള്ള ഓർമ്മ വരണം. അഫലാ യഅഖിലൂൻ, ചിന്തിക്കുന്നില്ലേ? റഹ്മാനായ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളെ ബന്ധപ്പെട്ട പല സുഹൃത്തുക്കളും ആസ്പത്രികളിലുണ്ട്, പ്രയാസപ്പെടുന്ന പല രോഗികളുമുണ്ട്. റഹ്മാനായ റബ്ബെ, അവർക്കെല്ലാം പരിപൂർണമായി നീ ശിഫ നൽകണേ. എന്ത് തന്നെ രോഗങ്ങളുണ്ടെങ്കിലും എല്ലാം ശിഫയാക്കുവാൻ കഴിവുള്ളവനാണല്ലോ. ഷാഫിയായ റബ്ബെ, നീ എല്ലാ അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കണമേ. രോഗത്തിലുള്ളവർക്ക് നീ പരിപൂർണമായി ശിഫ നൽകി എല്ലാവിധത്തിലുള്ള മാനസികവും ശാരീരികവുമായ കരുത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.